ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെന്റെ അമ്മാവന്റേതാണെന്ന് തെളിയിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ ഈസി ആയിട്ട് ഊരിപ്പോയത്. മാഡം, ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞ കേസിൽ നിന്നും വെറുതെ വിടുക എന്നല്ല അതിന്റെ അർത്ഥം. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗോകുൽ ഇങ്ങനെ മറുകണ്ഠം ചാടുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതാ അമ്മ വിളിക്കാഞ്ഞത്. ക്ഷീണമൊക്കെ മാറിയോ? എനിക്കെന്താ പറ്റിയേ? അല്ല, എന്തിനാ നമ്മള് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്? ഗൗരിമോൾ എവിടെ? അതൊക്കെ പറയാം. ആദ്യം മോള് ഒരു ചായ കുടിക്കേ. ഈ ഉറങ്ങി എഴുന്നേറ്റിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കുടിക്കേ. ഗോകുൽ എവിടെ? ഓഫീസിൽ പോയോ? പിന്നെ പോകാതെ. ഇന്ന് കോടതിയില് ഏതോ വലിയ കേസിന്റെ വാദമുണ്ട്. നീ ഉണരുന്നത് നോക്കി കുറേ സമയം ഇവിടെ ഇരുന്നു. മോളുടെ തലവേദനയൊക്കെ മാറിയോ? എനിക്ക് തലവേദനയായിരുന്നോ? പൊള്ളുന്ന ചൂടും കടുത്ത തലവേദനയായിട്ടാ മോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയോ പിച്ചുമയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായോ? ഉണ്ടായോന്നോ? കൊള്ളാം, നല്ല കഥയായി. ഗോകുല് വരുമ്പോ ചോദിച്ചാ മതി ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന്. രണ്ടുപേർക്കും കൂടി ഇരുന്ന് പറഞ്ഞു ചിരിക്കാം. മുറിയില് ബോധം കെട്ട് വീണ നിന്നെ ഗോകുല് കോരിയെടുത്താ ഇവിടെ കൊണ്ടുവന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകൻ നായികയെ കയ്യിൽ കോരിയെടുത്ത് കൊണ്ടുവരുന്നത്. ഇതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. മതി, എന്തിനാ അതൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കുന്നത്? അല്ല, ഗൗരിമോള് സ്നാക്സ് വല്ലതും കൊണ്ടുപോയായിരുന്നോ? ഓ, അതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോ ഗോകുലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പോയത്? ഗോകുലിന്റെ ഡ്രസ്സൊക്കെ ആരാ അയൺ ചെയ്ത് കൊടുത്തേ? അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. നിനക്കൊരു ദിവസം വയ്യാതായെന്ന് കരുതി ഗോകുലിന്റെ കാര്യത്തില് ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തോ? സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ അമ്മയും സഹോദരിയൊക്കെ എത്ര നോക്കിയാലും അതൊന്നും ഒരു ഭാര്യയ്ക്കും തൃപ്തിയാവില്ല, അല്ലേ മോളെ? ഇനിയിപ്പം നിനക്ക് തന്നെ എല്ലാം ചെയ്യാലോ. അമ്മേ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഗൗരിമോള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ വീട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ അവള് വിഷമിക്കില്ലേ? ഡിസ്ചാർജിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഗോകുല് വന്നാ നമുക്ക് ഉടനെ പോവാം. അപ്പോ നമ്മളെ കൊണ്ടുപോകാൻ ഗോകുല് വരുമോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാൻ ഭർത്താവ് തന്നെയല്ലേ വരേണ്ടത്? നിന്റെ ഓരോ കാര്യവും അവൻ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. വലിയ വക്കീലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യയ്ക്ക് ഒരു വയ്യായിക വന്നാ ആരായാലും ഒന്ന് ടെൻഷൻ അടിച്ചു പോവും. അവന് നിന്നോടുള്ള സ്നേഹം ശരിക്കും ഇന്നലെയാ ഞങ്ങൾ കണ്ടത്. എന്തൊരു വെപ്രാളമായിരുന്നു. ഡോക്ടറെ വിളിക്കാൻ ഓടുന്നു, മരുന്ന് വാങ്ങാൻ പോകുന്നു, ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ കാഷ്വാലിറ്റിക്ക് വെളിയില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കണ്ട് ഞങ്ങൾക്ക് പോലും സങ്കടമായി കേട്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങനെയാ. ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാ പിന്നെ ഇരിപ്പറക്കില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ അവന് ശ്വാസം നേരെ വീണത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. മയങ്ങി കിടക്കുന്ന മോളെങ്ങനെ ഇതൊക്കെ അറിയുന്നേ? അമ്മേ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. മോൾക്കും ഗോകുലിനും ഇന്ന് വൈകിട്ട് എന്റെ കൈകൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണം. അമ്മ ഗോകുലിനെ വിളിച്ച് എപ്പോ വരുമെന്ന് ചോദിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്തൊരു മാറ്റം! ഇന്നലത്തെ അവളുടെ പ്രകടനം എന്തായിരുന്നു? എല്ലാം കൈവിട്ടു പോയെന്നാ ഞാൻ വിചാരിച്ച. അതായി എന്റെ മിടുക്ക്. കണ്ടില്ലേ, അവളിപ്പോ ഒരു സാധാരണ വീട്ടമ്മ മാത്രമായി. എടീ, എന്റെ മോന്റെ ജീവിതത്തെക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. അതിനുവേണ്ടി ഞാൻ ഈ ചെയ്തതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അവളുടെ മനസ്സിന്ന് പഴയതെല്ലാം മാഞ്ഞുപോയി. മായ്ച്ചു കളഞ്ഞു ഞാൻ.
ഇപ്പൊ അവള് നമ്മുടെ സമൃദ്ധയാ. ഗൗരിമോളുടെ അമ്മയും ഗോകുലിന്റെ ഭാര്യയും മറ്റൊന്നും അവൾക്കിനി ഓർക്കാൻ സാധിക്കില്ല. ഉറപ്പാണല്ലോ അല്ലേ? നിനക്കെന്താ സംശയമുണ്ടോ? പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല. ഇനി അങ്ങോട്ട് അവള് എന്റെ മോന്റെ യഥാർത്ഥ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. അതിനു വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? ഗോകുലിനെ കുറിച്ചും ഗൗരിമോളെ കുറിച്ചും അവള് ചോദിച്ചു നീയും കേട്ടില്ലേ? മനസ്സുകൊണ്ട് അവളിപ്പോ ഗോകുലിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. ഇനി സമൃദ്ധയുടെ അടയാളങ്ങളെയും ആഗ്രഹങ്ങളെയും സാവധാനം അവളിലേക്ക് കൊണ്ടുവരണം. പിന്നെ മനസ്സുകൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഗോകുലും അവളും ഒന്നായി ജീവിച്ചോളും. ഇനി നിന്റെ ഉറക്കഗുളികയുടെ ആവശ്യമൊന്നുമില്ല. ഇത് ചതിയാ. എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെടാന്നാണോ നീ കരുതിയത്? ചതിച്ച ഞാനല്ല, അവനാ, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗോകുൽ രാജ്. നമുക്ക് വേണ്ടി വാദിക്കേണ്ടവൻ കോടതിയിൽ സ്വന്തം ജൂനിയറായിരുന്ന ആരതി വർമ്മ ഇറക്കി സച്ചിയെ രക്ഷപ്പെടുത്തി. അവൻ കറുത്ത കോട്ടിട്ട ഹരിചന്ദ്രനാണെന്ന് ഞാൻ മേഡത്തിന് നേരത്തെ മുന്നറിയിപ്പ് തന്നല്ലേ? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീരവാദങ്ങൾ? അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയർ വേണം. അതെന്തിനാ നിങ്ങൾ ചോദിച്ചത്? എന്തായിരുന്നു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി? എന്റെ അമ്മാവനെ കൊന്ന കേസിൽ അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത് അവനെ ജയിലിലടയ്ക്കാമെന്ന് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് മറന്നുപോയോ? പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. എന്നിട്ടാണോ അവൻ കോടതിയിൽ നിന്ന് ഈസി ആയിട്ട് ജാമ്യം വാങ്ങി ഇറങ്ങിപ്പോയത്? ആരൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും കോടതിയിൽ നിന്ന് അവൻ ജാമ്യം കിട്ടി ഇറങ്ങി പോകാതിരിക്കാൻ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. പോലീസിന്റെ എഫ്ഐആറിൽ അവൻ രക്ഷപ്പെടാതിരിക്കാനുള്ള തെളിവുകൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഒരിക്കലും അവന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ചേർത്താണ് അവനെ ഞാൻ കോടതി കൊണ്ട് നിർത്തിയത്. പ്രോസിക്യൂട്ടർ അവന് ജാമ്യം കൊടുക്കരുതെന്ന് കോടതിയിൽ ഉറച്ചു വാദിച്ചിരുന്നെങ്കിൽ കോടതി ഒരിക്കലും അവന് ജാമ്യം അനുവദിക്കില്ലായിരുന്നു. അവനെതിരെ എന്ത് തെളിവാ നിങ്ങൾ ഉണ്ടാക്കിയത്? ആകപ്പാടെ കിട്ടിയത് 4 എല്ലും കഷ്ണവും ഒരു തലയോട്ടി. അതെന്റെ അമ്മാവന്റേതാണെന്ന് തെളിയിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ ഈസി ആയിട്ട് ഊരിപ്പോയത്. മേഡം, ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞ കേസിൽ നിന്നും വെറുതെ വിടുക എന്നല്ല അതിന്റെ അർത്ഥം. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗോകുൽ ഇങ്ങനെ മറുകണ്ഠം ചാടുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ?